എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഏറ്റവും വാർത്ത ചർച്ച ചെയ്യുന്ന ആ കാറിനുള്ളിൽ ആ യുവതി 7 മാസത്തോളം പ്രഗ്നന്റ് ആയ ആ യുവതി വെന്തു മരിച്ച സംഭവം. ഹസ്ബൻഡ് 60% പൊള്ളലോടെ ഹോസ്പിറ്റലിൽ കഴിയുന്നതാണ്. പക്ഷെ ഇപ്പൊ കഥ ആകെ തിരിഞ്ഞു മറിഞ്ഞു. അതെല്ലാം മനഃപൂർവ്വം സ്വാഭാവികമായിട്ട് നടന്നതല്ല. കാരണം AC-യുടെ ഇതുകൊണ്ട് സംഭവിച്ചല്ല. കാറിൽ എഞ്ചിന് പ്രശ്നമില്ല, പിന്നെ ഇന്ധന ടാങ്കിന് പ്രശ്നമില്ല, പിന്നെ ബാക്കിൽ നിന്ന് ഇത് എങ്ങനെ തീ പിടിച്ചു കാറിൽ എന്നുള്ളത് ഭയങ്കര പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വമാണ്. ഇത് എങ്ങനെ അവൻ നടപ്പിലാക്കി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അയാൾക്ക് 60% പൊള്ളലേറ്റിട്ടുണ്ട്. അയാൾ ഈ ഭാര്യയെ ജസ്റ്റ് ഒന്ന് രക്ഷിക്കാൻ നോക്കിയതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ തോട്ടിലോട്ട് ചാടുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് വാർത്ത കേൾക്കാം. കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിംഗിനും ഇന്ധന ടാങ്കിനും ഒന്നും തന്നെ പ്രശ്നങ്ങളില്ല. ദിൽഷ തിലൻ കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങൾ വെച്ചു. ദിൽഷ, എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച അതിദാരുണമായിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒരു ദുരൂഹത സംശയിക്കുകയാണ് അന്വേഷണ സംഘം. ഈ തീപിടിച്ചതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് ഈ കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും മറ്റുമൊന്നും തന്നെ തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു കുപ്പിയിൽ ഈ പെട്രോൾ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും ഈ പരിശോധനയ്ക്ക് അകത്ത് വരും. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. കക്കറമുക്ക് സ്വദേശിയായിട്ടുള്ള സോനയാണ് മരിച്ചത്. സോനയുടെ ഭർത്താവ് റിജിൻലാലിന് ഗുരുതരമായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുമുണ്ട്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ വെച്ചിട്ടായിരുന്നു ഈ അപകടമുണ്ടായത്. അതായത് രാത്രി ഏകദേശം 9 മണിയോടെ ഇരുവരും ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 6 മാസം ഗർഭിണിയാണ് സോന. കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ റിജിൻലാൽ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇതിനിടെ കാറ് പെട്ടെന്ന് ലോക്ക് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ സോനയ്ക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. തുടർന്ന് വലിയ സ്ഫോടന ശബ്ദത്തോടെ ഈ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ഇതാണ് വാർത്ത. നിങ്ങൾ കേട്ടില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ അപകടങ്ങളുടെ കാര്യം പറയുമ്പോഴേ പണ്ട് സുകുമാരക്കുറിപ്പ് തൊട്ട് കാറിന്റെ ആദ്യം അതൊക്കെ കേട്ടപ്പോൾ എന്താണ്, അന്നത്തെ കാലത്ത് ചാക്കോ എന്ന് പറഞ്ഞ ഒരാളെ അല്ലേ കാറിന്റെ അകത്തിട്ട് കത്തിച്ച് ഇൻഷുറൻസ് കമ്പനിയെ പറ്റിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വക്ര ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു സംശയം തോന്നുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ അറിയാത്ത അങ്ങനത്തെ കൊലപാതകങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ടായിരിക്കാം. കുറച്ചൊക്കെ പുറത്തു വരുന്നുള്ളൂ. എല്ലാം കണ്ടുപിടിക്കപ്പെട്ടു എന്നൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല. നമുക്ക് വേറൊരു ഇത് ഓർമ്മയില്ല. ഉത്തര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയെ പാമ്പ് കടി ഏറ്റു മരിച്ചു എന്ന് പറഞ്ഞല്ലേ ആദ്യ വാർത്ത വന്ന്. പിന്നീട് നമ്മൾ അറിഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ഞെട്ടിപ്പോയില്ലേ. എന്തായിരുന്നു, പാമ്പാട്ടിക്ക് കാശ് കൊടുത്ത് പാമ്പിനെ ആ കൊച്ചിന്റെ ആ പെൺകുട്ടിയുടെ മുറിക്കകത്തോട്ട് കയറ്റി വിട്ട് അതിനെ തീർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അയാളിപ്പോൾ ജയിലിലാണ് തോന്നുന്നല്ലേ. അതേപോലെ സുകുമാരക്കുറിപ്പിന്റെ കാര്യം ഇതിലാണെങ്കിൽ ഈ വാർത്തയിൽ എങ്ങനെ നോക്കിയിട്ട് ഇപ്പം കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് വേറൊരു സംശയിക്കാനുള്ള കാര്യം, ഈ പെൺകുട്ടിയും ഇവനും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. പക്ഷെ വ്യാജ പ്രണയമായിരുന്നെന്ന് പറയാം. കാരണം അവൻ അത് കഴിഞ്ഞ് വിദേശത്ത് പോയിട്ട് അവിടെ ചെന്ന് ഇതിലും ബെറ്റർ ആയ ഒരുത്തിയായിട്ട് അവൻ ഇഷ്ടപ്പെട്ട് അപ്പൊ അവളുമായിട്ട് കല്യാണം ഉറപ്പിച്ച പോലെ ആയപ്പോൾ ഈ പെൺകുട്ടി വടകര റെയിൽവേ സ്റ്റേഷനിലോ അങ്ങാണ്ട് ആത്മഹത്യക്ക് ചാടാൻ പോവുകയും ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ പോവുകയും ഒക്കെ ഒരുങ്ങിയിട്ട് പിന്നെ ഒത്തുതീർപ്പാക്കി കല്യാണം കഴിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നി, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സെൽഫ് റെസ്പെക്ട് വേണം. എന്ത് പ്രണയല്ല, എന്ത് പണ്ടാങ്കട്ടയാണെങ്കിലും കല്യാണം കഴിഞ്ഞില്ലല്ലോ. അതിന് മുന്നേ നമ്മളെ വേണ്ടെന്ന് വെച്ച് ഒരുത്തനെ എന്റെ ദൈവമേ അവൻ വേണ്ടെന്ന് വെക്കുന്നതിന്റെ തലേദിവസം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു നട്ടല് കാണിക്കണം. നമുക്ക് വേണ്ട ഒരു സെൽഫ് റെസ്പെക്ട്. അവൻ നമ്മളെ ഒഴിവാക്കുകയാണ്, അവോയ്ഡ് ചെയ്ത് നമ്മളെ വെറുക്കുന്നവൻ, വെറുത്ത് നമ്മളെ മാറ്റിവിട്ടു. എന്നിട്ട് നമ്മളെ കടിച്ചു തൂങ്ങി അവിടെ കിടക്കണം. ഓടാവില്ലെന്ന് പറയണ്ടേ. അവൻ ഇന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറയാനുള്ള കഴിവ് കാണിക്കണ്ടേ. പെണ്ണുങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു അഭിമാനം വേണ്ടേ. അതിന് പകരം കടിച്ചു തൂങ്ങിക്കെട്ടി. അപ്പൊ ഇപ്പൊ എന്താ ഉണ്ടായേ, ഇത് സത്യമാണെങ്കിൽ ആ പെൺകുട്ടി 6 മാസം 7 മാസം പ്രഗ്നന്റ്, 4 മാസം കഴിയുമ്പോൾ തന്നെ കൊച്ചിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പോലെ അവയവങ്ങളും വന്ന് കുട്ടി പൂർണ്ണ ഇതിലാണ്. പ്രിമച്ചർ ചൈൽഡായിട്ട് ജനിക്കാം 7-ാം മാസം തൊട്ട്. അപ്പൊ ആ കൊച്ചിന് പോലും ഇവനെ തിരിച്ചറിയാം വയറ്റിൽ കിടക്കുന്നത് അച്ഛനായിട്ട്. ആ കൊച്ചിനെയും കൂടെ വെച്ചുകൊണ്ടാണ് അവൻ കത്തിക്കാൻ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണമായിരിക്കും മറ്റവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി. നമ്മൾ അധികം പറയുന്നില്ല, നമുക്ക് അത്ര ഉറപ്പായ സംഭവമല്ല. എന്നാലും ഇത് മുൻകാല ഈ ഉത്തരയുടെ സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതല്ല ഇതിൽ
അപ്പുറം ക്രൂരത പ്രവർത്തിക്കുന്നവരുണ്ട് മലയാളികൾ. വക്രബുദ്ധിയിൽ ഒട്ടും തന്നെ പുറകോട്ടല്ല. അപ്പം ബാക്കി വാർത്ത. രജിൻലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും വലിയ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്നും സോനയുടെ അമ്മാവൻ AK സത്യൻ ആരോപിച്ചു. സാധാരണ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തിയമരില്ലെന്നും മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കാറിനുള്ളിൽ മാരകമായ എന്തോ വസ്തു മുൻകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. അപകട സമയത്ത് സോനയെ മുൻ സീറ്റിൽ ഇരുത്താതെ എന്തുകൊണ്ടാണ് പിൻ സീറ്റിൽ ഇരുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുടുംബത്തിനും രജിൻലാലിന്റെ നാട്ടുകാർക്കും കടുത്ത സംശയമുണ്ട്. അപകടമുണ്ടായ ഉടനെ കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് പറയാൻ രജിൻലാൽ തയ്യാറായില്ല എന്നും സ്വന്തം ജീവൻ മാത്രം നോക്കി തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിച്ചതെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. കാറിന്റെ പിൻവാതിൽ ലോക്കായ അവസ്ഥയിലായിരുന്നു. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും രജിൻലാലിന്റെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകാൻ ഒരുങ്ങിയാണെന്നും കുടുംബം വ്യക്തമാക്കി. സോനയും രജിൻലാലും തമ്മിലുള്ളത് കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു പ്രണയ വിവാഹമായിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. രജിൻലാൽ ഗൾഫിലായിരുന്ന സമയത്താണ് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചെങ്കിലും ഇതിനിടയിൽ രജിൻലാൽ മറ്റൊരു യുവതിയുമായി ബന്ധത്തിലാവുകയും ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് മാനസികമായി തകർന്ന സോന വടകര റെയിൽവേ സ്റ്റേഷന് സമീപത്തിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ വരെ ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് സോനയെ വിവാഹം കഴിക്കാമെന്ന് രജിൻലാൽ ഉറപ്പ് നൽകുന്നത്. ഇരു കുടുംബങ്ങളുടെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ച് 2023 ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഒന്നാമതായിട്ട് ആ പെൺകുട്ടി വൈഫാണ്. വൈഫാകുമ്പോൾ മുൻ സീറ്റിലല്ലേ ഇരിക്കണ്ടേ? അങ്ങനെയല്ലേ ഇരിക്കാറ്. ഇത് അവിടെ അല്ലേ ഇരുന്നേ. ഇനി പ്രഗ്നന്റ് ആയതുകൊണ്ട് വല്ല പരിഗണനയും കൊടുത്ത് കിടക്കാനോ വല്ലതും ഇരുത്തിയതാണോ അതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വാദിക്കുന്ന രീതിയിൽ ഇത് മനഃപൂർവ്വമാണെങ്കിൽ ഒരുപക്ഷെ അവൻ കൊന്നുകൊണ്ട് വെച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. ശ്വാസം മുട്ടിച്ച് കൊന്നാണോ, ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാന്നാ പറയുന്നത് കേട്ടോ, രാത്രിയില്. പക്ഷെ കൊന്നു വെക്കാം. അല്ലെ എന്തേലും മയക്കുമരുന്ന് കൊടുത്തിട്ട് മയങ്ങി പിൻസീറ്റിൽ കിടന്ന് ഉറങ്ങുന്ന പോലെയാണെങ്കിൽ എന്തേലും കാണിച്ച് സ്ഫോടക വസ്തു എന്തേലും ഇട്ട് തീ പിടിപ്പിക്കുകയാണെ ആ പെൺകുട്ടിക്ക് എന്തേലും മയങ്ങി കിടക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങി പോരാൻ പറ്റില്ല. രണ്ടാമത് സെൻട്രൽ ലോക്കാണ്. സെൻട്രൽ ലോക്ക് എന്തെങ്കിലും ഇടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്താലാണ് ലോക്ക് ജാമാവുന്നത്. തീ പിടിച്ചാലും ജാമാവും. പക്ഷെ അങ്ങനെ എല്ലാവരും സെൻട്രൽ ലോക്കുള്ള കാറിന്റെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്തേലും ഒരു അപകടം ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തേലും ഒരു ചുറ്റിക എന്തേലും കാറിൽ കരുതണം എന്നാ പറയുന്നത്. ചില്ല് പൊട്ടിച്ചെങ്കിലും നമുക്ക് വെളിയിൽ ഇറങ്ങാമെന്ന്. എല്ലാ കാറിന് അങ്ങനെ ഒരു കുഴപ്പം സെൻട്രൽ ലോക്കിന് പറയുന്നുണ്ട്. കാര്യം ഇങ്ങനെ സ്വിച്ച് വെച്ച് എല്ലാം ഈസി ആയിട്ട് നടക്കും. പക്ഷെ എല്ലാം ഈസി ആകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ഇടി ഇടിച്ചാൽ സെൻട്രൽ ലോക്കിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായി വരും. പക്ഷെ ഈ പെങ്കൊച്ചിനെ ഇയാള് കൊന്നുവെച്ചതാവാം, മയക്കിയിട്ടതാവാം എന്നൊക്കെ ആവാം. പക്ഷേ അപ്പോഴവിടെ വേറൊരു ഡൗട്ട് കിടക്കുന്നു. ആദ്യം ഈ വാർത്ത കേട്ടപ്പോ ഒരിക്കലും അല്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇയാൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. ഭർത്താവ് അങ്ങനെ മനഃപൂർവ്വം ചെയ്ത് എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ 60% പൊള്ളല് ഈ ഭർത്താവിനെ ഏറ്റിട്ട് ഇയാൾ ഹോസ്പിറ്റലിലാണ്. അത് ഓർക്കണം. അപ്പൊ ഇത് കരുതി കൂട്ടിയ ഒരാളാണേലും അഭിനയം കാഴ്ചവെക്കുകയാണേലും ഇത്രയും ശരീരം പൊള്ളുക എന്ന് പറഞ്ഞാൽ ഉള്ള വേദന മുറിവിനെക്കാട്ടും വലിയ വേദന. അതെങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അതുകൊണ്ടൊരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് ഞാൻ ഓർത്തു. പക്ഷെ പിന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഈ എന്തേലും മയക്കുമരുന്ന് കൊടുത്ത പുറകെ ഇരുത്തിയിട്ട് തീ സ്ഫോടവസ്തു ഇട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ രക്ഷിക്കാൻ ശ്രമിച്ചു നാട്ടുകാർ ഓടിക്കൂടിയല്ലേ. ആ നാട്ടുകാർ പറയുന്ന അത് ഞാൻ ശ്രമിച്ചില്ല. പക്ഷേ ഇയാളുടെ ദേഹത്തൂടെ പെട്ടെന്ന് തീ ആളിയിട്ടുണ്ട്. സ്ഫോടക വസ്തുവിന്റെ തീ ആളുന്ന സ്പീഡിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇയാൾക്കില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ തീ ഇയാളുടെ ശരീരത്തിലോട്ടൂടെ ഇയാൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ വന്നാവാം. അല്ലാതെ മനഃപൂർവ്വം അഭിനയിച്ചല്ല. ഇത് ചെയ്തതായിരിക്കാം. പക്ഷെ ഇയാൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് തീ ആളി പിടിച്ചതാവാം. ഭാര്യയെ രക്ഷിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കിയില്ലെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. എന്താണേലും കഥകൾ കുറച്ച് കഴിഞ്ഞിട്ടേ ചുരുൾ അഴിയുള്ളൂ. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, അവൻ അത്ര തന്നെ അവളെ ഇഷ്ടമില്ലായിരുന്നു. ആ ഇഷ്ടമില്ലാന്ന് ഒരിക്കൽ പ്രണയിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. നമ്മളെ വേണ്ടെന്ന് വെക്കുന്നവരെ നമ്മൾ തലോസ വേണ്ടെന്ന് വെക്കണം. ഏത് പെൺകുട്ടിയാണേലും നിങ്ങൾ ആരെ പ്രണയിച്ചാലും നിങ്ങൾക്കൊരു വിലയിട്, ഒരു മൂല്യയിട്. നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നമ്മൾ പോകരുത്. അവൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ആത്മഹത്യക്ക് പോകുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസുകാരും എല്ലാവരും കൂടി കല്യാണം നടത്തി കൊടുക്കുന്നു. എന്തുണ്ട്? അവന്റെ മനസ്സിലേ സ്ഥാനമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ലൈഫ് പിടിച്ചു വാങ്ങിയെടുത്തൊരു ലൈഫ് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് നേടാനാണ്? സ്നേഹം കിട്ടുമോ? ഒരു ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞാൽ പരസ്പര സ്നേഹവും വിശ്വാസവും അതുമൊക്കെയല്ല വേണ്ടത്. അതൊന്നും ഇല്ലാതെ ഒരു ഭാര്യാപദവി കിട്ടിയിട്ട് എന്ത് നേടാനാണ്? അതേ സമയത്ത് മറ്റൊരാളെ ആ പെൺകുട്ടി കല്യാണം കഴിച്ചു പോയിരുന്നെങ്കിൽ എത്ര സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.